ആയിരക്കണക്കിന് ആനപ്രേമികളെയും ഒരു നാടിനെയും ചെമ്പൂത്ര നിവാസികളെയും കണ്ണീരിലാഴ്ത്തി ദേവിദാസൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയിട്ട് കുറച്ചു വർഷമായി. കൊട്ടും കുരവയും തലക്കെട്ടുമില്ലാത്ത ഒരു ലോകത്തിലേക്ക് അവൻ യാത്രയായി. മരിക്കുവോളം മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ നൽകി മൺമറഞ്ഞ ഗജരാജൻ. ആനച്ചന്തം എന്താണെന്ന് അറിയണമെങ്കിൽ സത്യത്തിൽ ഇവന്റെ പുറകെ നടക്കണം. ആനപ്രേമികളുടെ പ്രിയങ്കരനായിരുന്ന ചെമ്പൂത്ര കൊടുങ്ങല്ലൂർ കാവ് ദേവിദാസൻ. തൃശൂരിന്റെയും പാലക്കാടിന്റെയും അതിർത്തിയിലുള്ള ക്ഷേത്രമാണ് ചെമ്പൂത്ര ക്ഷേത്രം. അവിടുത്തെ ആനയായിരുന്നു ഇവൻ. ഗജസൗന്ദര്യ ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയവനായിരുന്നു ചെമ്പൂത്ര ദേവിദാസൻ. 10 അടി ഉയരം, പ്രൗഢഗംഭീരമായ നിലവ്, വടിവൊത്ത നീളൻ കൊമ്പ്. ഇവിടെ ഇവന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തിരി കീഴ്ക്കൊമ്പ് ആയിരുന്നെങ്കിലും എന്തെന്നില്ലാത്ത കൊമ്പ് ചാട്ടം അല്ലെങ്കിൽ കൊമ്പ് വളർച്ച ഇവനുണ്ടായിരുന്നു. സോൺപൂർ ചന്തയിൽ കേരളത്തിൽ നിന്നും ഇവനെ വാങ്ങാനെത്തിയവർ ആദ്യമായി കാണുമ്പോൾ അന്നിവന് 20 വയസ്സ്. ഇവന്റെ കൊമ്പ് വളർച്ചയെപ്പറ്റി നേരിൽ കണ്ട് മനസ്സിലാക്കി. അതായത് പ്രായത്തേക്കാൾ വലിയ കൊമ്പായിരുന്നു ഇവന്. വിടർന്ന മസ്തകം, നിലം മുട്ടുന്ന തുമ്പി എന്നിവ മറ്റു പ്രത്യേകതകളായിരുന്നു. എന്നാൽ ഈ ആനയുടെ ഒരു പ്രത്യേകത 16 നഖക്കാരൻ ആയിരുന്നു ഇവൻ. അതായത് 16 നഖമുള്ള ആനകളെ സാധാരണ വ്യക്തികൾ വാങ്ങാറില്ല. ക്ഷേത്രങ്ങൾക്ക് വാങ്ങിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഒന്നുമില്ലതാനും. അതായത് ശിവക്ഷേത്രമോ ദേവീക്ഷേത്രമോ എവിടെ ആയാലും ഇതുപോലെയുള്ള ആനകളെ വാങ്ങിക്കുന്നത് ഐശ്വര്യപ്രദമാണെന്നാണ് പറയുന്നത്. മേളത്തിനൊപ്പം തലയുയർത്തുന്ന സ്വഭാവം ആനപ്രേമികളെ ഏറെ ആകർഷിച്ചിരുന്നു. നല്ല പോലെ എഴുന്നള്ളിപ്പ് ചിട്ടകൾ അറിയാവുന്ന ഒരാന കൂടിയായിരുന്നു ഇവൻ. ഇവനെ കേരളത്തിൽ കൊണ്ടുവരുന്നത് ബീഹാറിലെ സോൺപൂർ ആനച്ചന്ത വഴിയാണ്. 1996 ഇവൻ ദൈവത്തിന്റെ നാട്ടിൽ എത്തുന്നത്. ഇവനെ കേരളത്തിൽ കൊണ്ടുവരുന്നത് മാളക്കടുത്തുള്ള പുത്തൻചിറയിൽ മില്ലുടമയായ ചാണാശ്ശേരി ചന്ദ്രനാണ് ഇവനെ സ്വന്തമാക്കിയത്. എന്നാൽ ഇവന്റെ ജന്മദേശം ഉത്തർപ്രദേശ് ആയിരുന്നു. ഒരു പതിറ്റാണ്ട് വരെ ഇവന്റെ കർമ്മഭൂമി എന്ന് പറയാം അവിടം. ഇവന്റെ അന്നത്തെ പേര് ശംഫൂറാം ഹാത്തി എന്നായിരുന്നു. അക്ഷരനഗരിയുടെ സംഭാവനകളിൽ ഒരാളായ കിരൺ നാരായണൻ കുട്ടിയും ഇവനും തമ്മിലുള്ള അടുത്ത ഒരു ബന്ധത്തിന്റെ കഥ കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ഇവരുടെ സ്നേഹം പറഞ്ഞറിയിക്കേണ്ട ഒന്നാണ്. അതുപോലെ കിരൺ ദേവിദാസന് പട്ടയൊക്കെ ഇട്ടുകൊടുക്കുന്ന രംഗം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ബീഹാറിയാണെങ്കിലും നാടൻ ആനകളെ വെല്ലുന്ന അഴകളവുകളായിരുന്നു ദേവിദാസന്. തൃശൂർ പൂരം, ഉത്രാളിക്കാവ് പൂരം, ആറാട്ടുപുഴ പൂരം, കണ്ണമ്പ്ര വേല, നെന്മാറ വേല, കൊയിലാണ്ടി പൊയ്ക്കാവ് തുടങ്ങിയ ഉത്സവങ്ങളിലും പട്ടാമ്പി നേർച്ച അടക്കമുള്ള പ്രധാന പരിപാടികളിലും തലയെടുപ്പുള്ള സാന്നിധ്യമായിരുന്നു ഈ കൊമ്പൻ. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർ കാവ് മകരച്ചൊവ്വ മഹോത്സവത്തിൽ തിടംപേറ്റുന്നത് ദേവിദാസനായിരുന്നു. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിൽ വലത്തെ കൂട്ടായാണ് അണിനിരക്കാറുള്ളത്. ദേവിദാസന്റെ പ്രധാന പാപ്പാൻ സുനിയായിരുന്നു. കണ്ണമ്പ്ര വേല കഴിഞ്ഞ് വരുന്ന വഴി വട്ടിക്കാട് ഭാഗത്ത് വെച്ച് പാപ്പാൻ അധികമായി മദ്യപിച്ച് ആനയുടെ മുകളിൽ നിന്നും വീഴുകയും ദേവിദാസൻ പാപ്പാനെ എടുത്ത് ചെമ്പൂത്ര ക്ഷേത്രത്തിൽ എത്തിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ തെക്കൻ നാട്ടിൽ വെച്ച് ഒരു ഉത്സവത്തിനുള്ള എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതിനുള്ള ഒരുക്കത്തിനിടയിൽ കോട്ടയംകാരനായ കിരൺ കണ്ണൻ ഒരു വില്ലത്തരം കാണിക്കാൻ നോക്കി. കിരൺ കണ്ണൻ ചെമ്പൂത്ര ദേവിദാസന്റെ പാപ്പാന്റെ നേർക്ക് കുതിച്ചു ചാടിക്കൊണ്ട് തികച്ചും അപ്രതീക്ഷിതമായ ഒരു മിന്നലാക്രമണം നടത്തി. ദേവിദാസന്റെ പാപ്പാൻ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് വീണു പിടയുകയും ഇത് കണ്ട് ദേവിദാസൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. മറ്റാരെങ്കിലും തന്റെ പാപ്പാന്റെ ജീവൻ രക്ഷിക്കുവാൻ എത്തുമെന്ന പ്രതീക്ഷയൊന്നും ദേവിദാസന് ഇല്ലായിരുന്നു. തന്റെ പാപ്പാന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഈ നിമിഷം താൻ തന്നെ പോർക്കളത്തിൽ ഇറങ്ങണമെന്ന തിരിച്ചറിവ് ദേവിദാസന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റാരെയും കാത്തു നിൽക്കാതെ ദേവിദാസൻ ഒറ്റക്കുതിപ്പിന് കോട്ടയം കിരൺ കണ്ണന്റെ മുന്നിലെത്തുകയും കണ്ണനെ ചോടോടെ കൊമ്പിൽ വാരിയെടുക്കുകയും കാര്യമായിട്ട് 2 കൊടുക്കുകയും ചെയ്തു. ദേവിദാസന്റെ ദേഷ്യത്തിന് മുന്നിൽ കോട്ടയത്തെ കുട്ടിച്ചട്ടമ്പിയായിരുന്ന കിരൺ കണ്ണൻ അടുത്ത വണ്ടിക്ക് നാട് പിടിക്കുകയും ചെയ്തു. ശാന്ത സ്വഭാവിയായിരുന്നു ദേവിദാസൻ. അതുപോലെ കുട്ടികൾക്ക് പോലും അടുത്തു പോകാമായിരുന്നു. അതിനാൽ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ദേവിദാസൻ.
14 വർഷം മുമ്പ് മാള കണാശ്ശേരിയിലെ ചന്ദ്രനിൽ നിന്നാണ് ദേവസ്വം ആനയെ വാങ്ങുന്നത്. 48 ദേശക്കാരുടെ ഉടമസ്ഥതയിലാണ് ക്ഷേത്രവും ആനയും. ചെമ്പൂത്രയിൽ താമസിക്കുന്ന കൂത്താട്ടുകുളം സ്വദേശി സുനിൽ, ഒറ്റപ്പാലം ലക്കിടി സ്വദേശി മണി എന്നിവരായിരുന്നു പാപ്പാന്മാർ. ലക്ഷണമൊത്ത കൊമ്പനായിരുന്ന ദേവിദാസന്റെ അന്ത്യം ശനിയാഴ്ച 2015 ജൂൺ 27 പുലർച്ചെയായിരുന്നു. ചരിയുമ്പോൾ ഇവന്റെ പ്രായം 47 വയസ്സായിരുന്നു. എരണ്ടകെട്ട് മൂലം 2 മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു ഇവൻ. ഇവനെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അന്ന് വൈകിട്ടോടെ വാളയാറിൽ സംസ്കരിച്ചു. കേരളത്തിന് മറക്കാൻ പറ്റാത്ത ഒരുപാട് രാജകീയ നിമിഷങ്ങൾ സമ്മാനിച്ച ദേവിദാസൻ ഇന്നും ഓർമ്മകളിൽ ജീവിക്കുന്നു. കേരളത്തിൽ അപ്പോഴുള്ള ആനകളിൽ തലപ്പൊക്കം കൊണ്ട് 10ാമനായിരുന്നു ദേവിദാസൻ. ദേവിദാസന്റെ വേർപാടറിഞ്ഞ് അന്ന് രാവിലെ തന്നെ 100 കണക്കിന് ആളുകളാണ് ചെമ്പൂത്രയിൽ എത്തിയത്. ആന കേരളത്തിന് ഇവനൊരു തീരാ നഷ്ടമായിരുന്നു. ഗജരാജ പ്രജാപതി ചെമ്പൂത്ര ദേവിദാസൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷങ്ങൾ. ഇന്നും ഇവൻ ആനപ്രേമികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു എന്നത് സത്യം. ചെമ്പൂത്ര ദേവിദാസൻ പഴയ ചാണാശ്ശേരി ബാലഗോപാലനായിരുന്നു. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർ കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരചൊവ്വ മഹോത്സവം ആഘോഷിക്കുമ്പോൾ ആനപ്രേമികളുടെ കണ്ണിനും മനസ്സിനും വിരുന്നൊരുക്കിക്കൊണ്ട് വിവിധ ദേശങ്ങളിൽ നിന്നായി കേരളത്തിലെ പ്രമുഖരായ 45 ഗജവീരന്മാർ അണിനിരന്നു നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ ഗജവീരൻ ചെമ്പൂത്ര ദേവിദാസൻ തിടമ്പേറ്റി നിൽക്കുന്ന കാഴ്ച ആനപ്രേമികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പിടി ഓർമ്മകളുമായി ഇവൻ നമ്മുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. 48 ദേശം വാഴും കൊടുങ്ങല്ലൂർ കാവ് ദേവിയുടെ സ്വന്തം മകൻ ദേവിദാസൻ ഇല്ലാത്ത പൂരങ്ങൾ കടന്നു പോകുന്നു. ചെമ്പൂത്ര അമ്മയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ദാസൻ ശാന്തിയോടെ ഇന്നും മായാതെ നിൽക്കുന്നു. ദേവിദാസന്റെ സ്മരണയ്ക്ക് മുൻപിൽ 1000 പ്രണാമങ്ങളോടെ കയ്യൊപ്പും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.